ക്രൈസ്തവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ജിഹാദാണെന്നും നൈജീരിയൻ ഭരണകൂടത്തെ തീവ്രവാദ സർക്കാരായി പ്രഖ്യാപിക്കണമെന്നും അമേരിക്കയിലെ ബൈഡൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ട് നൈജീരിയൻ വൈദികൻ. അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച നൈജീരിയയിൽ നിന്നുള്ള കത്തോലിക്ക വൈദികൻ ഫാദർ അംബ്രോസ് എക്കരയ്ക്കുവാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പശ്ചിമാഫ്രിക്ക, യുക്രൈൻ, അർമേനിയ എന്നീ രാജ്യങ്ങളിലെ മതസ്വാതന്ത്ര്യ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സെഷനിലാണ് ഫാദർ അംബ്രോസ് നൈജീരിയയിലെ ദയനീയാവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിച്ചത്. നൈജീരിയയിൽ നടക്കുന്നത് വ്യവസ്ഥാപിതമായ ജിഹാദും വംശഹത്യയും വംശീയ ഉന്മൂലനമാണെന്ന് പറഞ്ഞ ഫാദർ അംബ്രോസ്, ക്രിസ്ത്യാനികളെ ലക്ഷ്യമിടുന്ന ഫുലാനി എന്നറിയപ്പെടുന്ന മുസ്ലിം വംശീയ സംഘം ഒരു പുതിയ സംഭവ വികാസമല്ലെന്നും നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണെന്നും കൂട്ടിച്ചേർത്തു. സെനഗലിൽ നിന്നും മൗറീഷ്യയിൽ നിന്നും 19-ാം നൂറ്റാണ്ടിൽ നൈജീരിയയിലേക്ക് കുടിയേറിയ മുസ്ലിം ഫുലാനികൾ ഏകദേശം 90 വർഷം നീണ്ടുനിന്ന ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിച്ചപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയൽ നേതാക്കൾ അവരുടെ അധിനിവേശങ്ങളെ തടസ്സപ്പെടുത്തി. നൈജീരിയ പിന്നീട് ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇപ്പോൾ അവർ ആ ജിഹാദ് തുടരുന്നുവെന്നും ഫാദർ എക്കരക്കു ആവർത്തിച്ചു. തീവ്രവാദികൾ നൈജീരിയക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്യുകയും അംഗഭംഗം വരുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഫലപ്രദമായി പ്രതികരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.